തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സഭയുടെ അംഗീകാരം. ഇന്നു വൈകുന്നേരം നടക്കുന്ന പ്രത്യേക ദിവ്യബലിയിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി റോമിൽ നിന്ന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച വിവരം ജനങ്ങളെ അറിയിക്കും. തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതിന്റെ വലിയ സന്തോഷത്തിലാണ് ദൈവാലയ വികാരി ഫാദർ മാത്യു പരവരാഗത്തും ഇടവക ജനങ്ങളും. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, 2013 നവംബർ മാസം 15-ാം തീയതി വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ പ്രിയ ബഹുമാനപ്പെട്ട തോമസ് പതുക്കലച്ചൻ ബലി അർപ്പിക്കുന്ന സമയത്ത് തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം കാണുവാനിടയായി. ഈ തിരുമുഖ ദർശനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം നാളിതുവരെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയായിരുന്നു. സഭാതലത്തിലുള്ള അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാനും വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും ഈ ദിവ്യകാരുണ്യ അത്ഭുതം സഹായകമാകും എന്നാണ് ഞങ്ങളുടെ ഉറച്ച ബോധ്യം. ഈ ഇടവകയ്ക്ക് മാത്രമല്ല, ആഗോള സഭയ്ക്ക് മുഴുവനും ഈ അത്ഭുത സംഭവം ഒരു വലിയ ശക്തിയായിട്ട് തീരും. ഈ അത്ഭുതം സഭാതലത്തിൽ നിർവഹിക്കുന്നത്, സ്ഥിരീകരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. ഇന്ന് 2025 മെയ് മാസം 9-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പിതാവ് വിളക്കന്നൂർ പള്ളിയിൽ വരികയും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നടത്തുകയും ചെയ്യും. കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് പ്രാർത്ഥനാപൂർവം കാത്തിരുന്നതിൻ്റെ ഉത്തരമായിട്ടാണ് ഇത് കാണുന്നത്. സഭയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നുൻഷ്യ വഴിയായിട്ട് ബഹുമാനപ്പെട്ട മാത്യു വേക്കമലച്ചൻ തിരുവോസ്തി റോമിലേക്ക് കൊടുത്തയക്കുന്നത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം. അപ്പോൾ ആ സാന്നിധ്യം ഒരു യുക്തിസഹമായ കാര്യം യുക്തിയിൽ മനസ്സിലാക്കാം. പക്ഷേ നേരിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുക എന്നത് നമുക്കേറെ അനുഭവദായകമാണ്. ഒരു പടി കൂടി നമുക്ക് വിശ്വാസ അനുഭവത്തിൽ ഇടവക്കാർക്ക് മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള ഇടവക്കാർക്കും സഭ മുഴുവനും ഒരു ഉണർവുണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പള്ളിയെ മാത്രം നിൽക്കണമെന്നല്ലല്ലോ, ദിവ്യകാരുണ്യ ഭക്തി എന്നത് നമ്മുടെ ആഗോള സഭ മുഴുവനുള്ളതാണല്ലോ. അപ്പോൾ അതിനൊരു ഉത്തേജനമായി തീരും ഈ സംഭവമെല്ലാം. എൻ്റെ പേര് തോമസ് പ്ലാത്തോട്ടത്തിൽ. ഞാൻ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ ദേവാലയ ശുശ്രൂഷയാണ്. വികാരിച്ചൻ ഇന്നലെ രാത്രിക്ക് വിളിച്ച് ഈ സഭാതല ഔദ്യോഗിക സ്ഥിരീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഒത്തിരി നാളായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ദിവ്യകാരുണ്യം തിരിച്ചു വരുന്നതിലുള്ള ഭയങ്കര ആകാംക്ഷയായി. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സംഭവം നടന്നപ്പോൾ ഭയങ്കര ആദ്യമൊന്നും നമ്മളൊക്കെ ഒന്നും ഇല്ല എന്നാന്ന് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം കണ്ടപ്പോൾ നമ്മുടെ എന്തോ ഭയങ്കര ഒരു മനസ്സിലെന്തോ ഒരു ഇത് പാവം ഇഷ്ടമോ, എവിടെ നിന്നൊക്കെ ആളുകൾ, റോഡുകൾ മുഴുവൻ ബ്ലോക്ക്, മൊത്തം ഭയങ്കര ആളായിരുന്നു. ഏകദേശം 1 ലക്ഷം 2 ലക്ഷം, ഇവിടുന്ന് ഒടുപള്ളി വരെ എല്ലാം ഭയങ്കര ക്യൂ, വണ്ടി ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര വിശ്വാസമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് തലശ്ശേരിക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറ്റിക്കാട്ട് ഉണ്ണാച്ചൻ ഇടവകാരിയായി വന്നപ്പോഴാണ് തിരിച്ചു കൊണ്ടുവന്നത്. ഇവിടെ നല്ല ആഘോഷപൂർവ്വം ഇവിടെ കൊണ്ടുവന്ന് കുറേ അത്ഭുതങ്ങളെല്ലാം സംഭവിച്ചു. ഒത്തിരി പേര് ഇവിടെ സന്ദർശിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേങ്ങക്കുന്നേലച്ചൻ വികാരിച്ചിരുന്ന സമയത്തായിരുന്നു ഇത് തിരിച്ച് റോമിൽ പഠനത്തിനായി കൊണ്ടുപോയത്. അന്നേരം ഞാൻ ആ ഓസ്തി നേരിട്ട് ഞങ്ങൾ കണ്ടു. നേരിട്ട് ഒരു മാറ്റവും ഇല്ല. അന്ന് സംഭവിച്ച അതേപോലെ ഒരു മാറ്റവും ഇല്ലാണ്ട് ഒരു ഓസ്തി കൂടി വന്നാൽ ഒരു 6 മാസം അതിൽ കൂടുതൽ ഇല്ല, നശിച്ചു പോകും. പക്ഷേ ഇത് ഇത്ര 13 വർഷമായിട്ടും അതേപടി ഒരു മാറ്റം ഇല്ലാണ്ട് ഉണ്ട്. ഭയങ്കര അത്ഭുതം. കുറേ പേരെ അത്ഭുതം, അവർക്ക് ഇവിടെ വന്ന് ഒത്തിരി അത്ഭുത കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് ഷിബു മാത്യു തെക്കേക്കോട്ടാരം. ഞാനിപ്പോൾ ഇവിടുത്തെ കൈക്കാരനാണ്. 2013 നവംബർ 15 ഇവിടെ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചത്. അത് നേരിട്ട് കാണാൻ സാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ ആ കുർബാനയ്ക്കകത്തുണ്ടായിരുന്നു. എൻ്റെ കുടുംബടക്കം ഞങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു 10-12 വർഷത്തിന് ശേഷമാണ് നമുക്കിങ്ങനെ ഒരു സന്തോഷ വാർത്ത ലഭിച്ചത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞാൽ 100 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത് പ്രഖ്യാപനത്തിൽ വരുന്നത്.
എന്തായാലും നമ്മുടെയൊക്കെ ഈ ജീവിതകാലത്ത് തന്നെ അത് അത്ഭുതമായിട്ട് തീരുവാനും ആ ഒരു സന്തോഷ വാർത്ത കേൾക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വിളക്കന്നൂർ ഇടവയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഈ ഇടവ മാത്രമല്ല, ഇവിടെ നാനാജാതി മധ്യസ്ഥരും വസിക്കുന്ന സ്ഥലമാണ്. അവരെല്ലാവരും ഈ അന്നെല്ലാം വന്ന് കണ്ടായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്ത്, ഈ വിളക്കന്നൂർ പ്രദേശം വരെ ഈ ഭാഗത്ത് എല്ലാവർക്കും നല്ല അനുഗ്രഹപ്രദമായി തീരട്ടെ. ഇവിടെ എല്ലാവരും വന്ന് ഈ ദിവ്യാനുഭൂതം കാണുവാനും അവർക്ക് സൗഖ്യം നേരുവാനുള്ള കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ന് നവംബർ 15 ഞാൻ പള്ളി വന്നായിരുന്നു. ഞാൻ സാധാരണ ഈ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അന്ന്. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ വണ്ടിയായിട്ട് വരികയാണ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റാത്ത അവസരം അല്ലായിരുന്നു. ഞാൻ നല്ല പനിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ വണ്ടിയായിട്ടാണ് വന്നത്. സാധാരണ ഞാൻ ഈ ഭാഗത്താണ് നിൽക്കുന്നത്, കുർബാനയാണ്. അപ്പോൾ അന്ന് ഞാൻ ആ സൈഡിലാണ് നിന്നത്. അപ്പം അച്ഛൻ ഈ കാണിക്കുന്നതൊക്കെ എനിക്ക് ശരിക്കും കാണാൻ സാധിച്ചു പറഞ്ഞു. അച്ഛന് ഈ തിരുവോസ്തി എടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അച്ഛൻ എടുത്ത് അത് മുറിക്കുന്നത് ഞാൻ കണ്ടതാണ്. അന്നേരം ഒരു പൊടിയോ അതിനകത്തൊന്നും ഇല്ലായിരുന്നു. അച്ഛൻ മുറിച്ചത് വെക്കുകയും ഈ കുർബാന നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ വല്ലാണ്ട് അസ്വസ്ഥയായിട്ട് തോന്നി. അപ്പോൾ അവസാനം നമ്മുടെ അന്നത്തെ കപ്പ്യാർ നമ്മുടെ ബിൽസനാണ്. അപ്പോൾ ബിൽസൻ ഇങ്ങനെ ആ സൈഡിൽ നിന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. അപ്പോൾ അച്ഛൻ പറയുമ്പോൾ ഒരു വിഷമപ്പോൾ തോന്നി കാണുമ്പോൾ. അപ്പോൾ ഞാനത് ശരിക്കും അച്ഛനെ വല്ല അറ്റാക്ക് ആയിപ്പോയെന്ന് സംശയിച്ചു പോയി. ആ ബിൽസിനെ വെച്ച് ബിൽസ് ഇങ്ങനെ ഈ എന്നെ കാണിച്ച് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ച് ഈശോടെ ഒന്ന് കാണിച്ചു തന്നെ. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ അത്ഭുതം കേട്ടിട്ടുണ്ട്. ഈ കുർബാനയിൽ ഇങ്ങനെ ഈശോയുടെ ഈ രക്തം ഓസ്തി രക്തമായിട്ട് വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും മനസ്സിൽ കണക്കൂട്ടി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഏതായാലും അച്ഛന് അതിനുശേഷം അതവിടെ വെച്ച് ചെറിയ ഓസ്തി എടുത്ത് വാഴ്ത്തി ഞങ്ങൾക്ക് കുർബാന തന്നു. അതിനുശേഷം അച്ഛൻ ഞങ്ങളെല്ലാം വിളിച്ച് ഇവിടെ അടുത്ത് വിളിച്ച് കാണിച്ചു ഇങ്ങനെ. അപ്പോൾ ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ ഛായാചിത്രം വരയ്ക്കുമ്പോഴുള്ള ചെറിയ ഔട്ട്ലൈൻ മാത്രമാണ് അന്ന് കണ്ടത്. അതിനുശേഷം അച്ഛനത് ഭദ്രമായിട്ട് ചക്രാരി വെച്ച് പൂട്ടി. വീണ്ടും അറ്റയപ്പത്തെ വിൽസനെ വിളിച്ച് ചോദിച്ചേട്ടാ വീണ്ടും നല്ലവണ്ണം തെളിഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഞങ്ങൾ വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ രൂപങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ പള്ളിയും പ്രദേശം മൊത്തം ആൾ നിറഞ്ഞു. പിന്നെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്കെല്ലാം എടുത്ത് കാണിച്ചായിരുന്നു. അപ്പോൾ അത് ഓരോ പ്രാവശ്യം എടുത്ത് കാണിക്കുന്നതോറും അതിൻ്റെ ഈ ഭംഗി കൂടിക്കൂടി വന്ന് ശരിക്കൊരു ചിത്രമായിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ ചിത്രം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ സെബാസ്റ്റ്യൻ കാഞ്ഞിരക്കാട്ട്, വിളക്കന്നൂർ ഇടവകയുടെ ട്രസ്റ്റിമാരിലൊരാളാണ്. 12 വർഷത്തെ വിശദമായ പഠനത്തിന് ശേഷം ഈ തിരുവോസ്തി ഒരത്ഭുതമായി ഔദ്യോഗികമായിട്ട് തിരുസഭ പ്രഖ്യാപിക്കുന്നു എന്നുള്ള വിവരം ഈ കഴിഞ്ഞ രാത്രിയിലാണ് അഭിവന്യ പാമ്പ്ളാനി പിതാവ് ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അറിയിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ന് രാവിലെ തന്നെ ഈ കാര്യം ഇടവകയിൽ ഗ്രൂപ്പിൽ അച്ഛൻ അറിയിച്ചു. അപ്പോൾ ഇടവക സമൂഹം ഒന്നടങ്കം ഈ കാത്തിരുന്ന ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരുന്ന ഇടവക സമൂഹം ഈ വിവരം കേട്ടതോടുകൂടി വളരെയധികം സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അഭിവന്യ ജോസഫ് പാമ്പ്ളാനി പിതാവ് അർപ്പിക്കുന്ന ദിവ്യബലി മധ്യേ ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അതിനുവേണ്ടി വിശ്വാസ സമൂഹം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ഈ തിരുവോസ്തിയിൽ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഇടവക സമൂഹത്തിൽ അവരുടെ വിശ്വാസപരമായ വളർച്ച അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളർച്ച വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വികാരിയച്ഛൻ സാബുവച്ചൻ വന്നതിന് ശേഷം നിരന്തരമായി ദിവ്യകാരുണ്യ ആരാധനയും അതുപോലെ ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ ദിവ്യകാരുണ്യ സന്ധ്യ ഒക്കെ സംഘടിപ്പിച്ച് വിശ്വാസികളുടെ അല്ലെങ്കിൽ ഇടവക സമൂഹത്തിൻ്റെ വിശ്വാസം കൂടുതലായിട്ട് വർദ്ധിക്കുന്നതിന് ഈ 3 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഷാജി നെയ്യത്തുംപറമ്പിൽ. ദിവ്യകാരുണ്യം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് വളരെ അടുത്ത് നേരിട്ട് വന്ന് കാണുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. ഈ അത്ഭുതമുണ്ടായതിനു ശേഷം പല സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം പേര് ഇവിടെ എത്തുകയും ഇത് നേരിട്ട് കാണുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ അവസരത്തിൽ ഒരു പങ്കാളിയാകുവാൻ സാധിക്കുന്നതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ദിവ്യകാരുണ്യ അത്ഭുതമുണ്ടായ ആ ഫോട്ടോ മിക്ക വീടുകളിലും തന്നെ ഉണ്ട്. ഒരു ആഗോള ശ്രദ്ധ ലഭിക്കുന്നതെന്ന് അറിയുമ്പം ഇടവക സമൂഹത്തെ വെച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് കടന്നു പോകുന്നത്.